നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡേയ്സ് കേക്ക് ആണ്. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, 2 എഗ്ഗ്, ഷുഗർ, സാൾട്ട്, സൾഫറൈസ്ഡ് ഫ്ലോർ ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് പ്ലെയിൻ ഫ്ലോർ ആയാലും യൂസ് ചെയ്യാം. അപ്പൊ ബാക്കി നമുക്ക് മിക്സിങ്ങിലോട്ട് പോവാം. നമ്മൾ 2 എഗ്ഗാണ് എടുക്കുന്നത്. കാര്യം 2 എഗ്ഗ് പൊട്ടിച്ചില്ല. 1/4 കപ്പ് ഷുഗർ ഇട്ട് അപ്പോൾ അത് മിക്സ് ചെയ്യാൻ ബീറ്ററൊക്കെ യൂസ് ചെയ്യണം. നമ്മുടെ ബീറ്ററൊന്നുമില്ല, ഫ്യൂച്ചറിൽ നല്ല ബീറ്ററൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഷുഗർ ബീറ്റ് ചെയ്യാം. ഇത് ബട്ടറാണ്, മെൽറ്റാക്കി ബട്ടറാണ്. ഓക്കെ, അത് ഒരു 1/4 സ്പൂണ്, 1/4 1 ടീസ്പൂൺ. ഓക്കെ, ടേബിൾ സ്പൂൺ, സോറി, 1 ടേബിൾ സ്പൂൺ ബട്ടർ. വിസ്ക് അത് നമ്മള് 1/2 ടീസ്പൂൺ. ഓക്കെ, ഇത് നമ്മുടെ മെഷർമെന്റ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ. ടീസ്പൂൺ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഓക്കെ, ഇത് നമ്മുടെ ബേക്കിംഗ് പൗഡർ നമ്മൾ കൂട്ടിയാണ് എടുക്കുന്നത്. ഓക്കെ, ബേക്കിംഗ് പൗഡർ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ. ഓക്കെ, നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്യുന്നത് നന്നായി മിക്സ് ചെയ്യാം, നന്നായി എടുക്കാം. ഓക്കെ, മിക്സ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സൾഫറൈസ്ഡ് ഫ്ലോർ. അത് നമ്മൾ ഒരു കപ്പാണ് യൂസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഒരു കപ്പ്. കപ്പ് എന്ന് പറയുന്നത് 250 ml. നമ്മളത് 1/2 ml ആണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തണുപ്പൊക്കെ കയറി കുറച്ച് കുറവുണ്ടാവും. കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ആഡ് ചെയ്യണം. അതൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഇറക്കലാണ് കേക്കിൻ്റെ മെയിൻ. മിക്സ് ചെയ്യാം, വീട്ടിലില്ലാത്ത പ്രശ്നങ്ങളാണ്. മിക്സ് ഈന്തപ്പഴം ആഡ് ചെയ്യാം. അത് നല്ല തിക്കായി നമുക്ക് വേണമെങ്കിൽ ഇതിൽ കളർ ആഡ് ചെയ്യാം. പക്ഷെ കളർ ആഡ് ചെയ്യുന്നില്ല. ക്യാരമൽ ചെയ്തതുകൊണ്ട് നല്ല കളറായിരിക്കും. ഓക്കെ, എല്ലാം നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ ഈ ഒരു ലെവലിൽ കിട്ടുക. നമ്മളിത് ഇനി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇനി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ മിക്സിങ് കഴിഞ്ഞ് നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് വെച്ചു. ഇനി നമ്മൾ ബേക്കിങ്ങിലോട്ടുള്ള പരിപാടിയിലായിട്ട് പോവാണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ ബേക്കിങ് 45 മിനിറ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 30 മിനിറ്റ് റെസ്റ്റ് വെച്ചു. ഇനി 45 മിനിറ്റ് ബേക്കിങ്. ഓക്കെ. നമ്മൾ ഈ ചിഹ്നമുള്ളതാണ് യൂസ് ചെയ്യണം. മേലിലും ബാക്ക് താഴത്തുനിന്ന് ഹീറ്റ് വരുന്ന രീതിയുള്ള ബേക്കിങ്ങിൻ്റെ. ഓക്കെ. അതിൽ നമ്മൾ 180. ഓക്കെ. അപ്പോൾ നമ്മൾ കയറ്റാൻ പോവാണ്. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ് എന്താകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇതിന് മേലിൽ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്ത് കുറച്ച് നമ്മുടെ ഈന്തപ്പഴം എടുത്തിട്ട് അതിൽ ഷുഗർ ഇട്ടിട്ട് ഒരു കാരമലായിട്ട് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഗാർണിഷ് പോലെ മേളിൽ ചെയ്താണ്. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. സക്സസ് ആണോ എന്നൊന്നും അറിയില്ല. നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഓക്കെയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഷുഗറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ ഒരു കുറച്ചും ഷുഗർ കൂടുതൽ ആഡ് ചെയ്യുക. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അപ്പോൾ വീഡിയോ ആണ്.